മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ. പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ക്ലാരമ്മേ, ക്ലാരമ്മ എനിക്ക് ഇച്ചിരി വിത്തൊക്കെ തരാന്ന് പറഞ്ഞു. അയ്യോ, അതിന് എന്തോ ഒരു വിത്ത് വേണേലും തരാമല്ലോ. എനിക്ക് രണ്ടു തൈയും വേണം. നോക്കിയപ്പോൾ എന്ത് ഭംഗിയാണ് ഇവിടെ, എന്തെല്ലാം സാധനങ്ങളുണ്ട്. പച്ചക്കറിയൊക്കെ വിഷമില്ലാത്ത ഇച്ചിരി നമ്മുടെ മുറ്റത്തുണ്ടാക്കുവാണെങ്കിൽ അതല്ലേ നല്ലത്. അനുസരിച്ച് ഏത് വിത്ത് വേണേലും തരാം, ഇഷ്ടം പോലെ തരാം. എടുത്തു വെച്ചിട്ടുണ്ടോ? എടുത്തു വെച്ചതുണ്ട്, കുറച്ചുണ്ട്. എങ്ങനെയാ കൊണ്ടുപോകണം? അപ്പം വണ്ടി താഴെയുണ്ട്, കൊണ്ടുപോകണ കാര്യമൊന്നും ക്ലാരമ്മ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, തന്നാ മതി, ഞാൻ കൊണ്ടുപോകണം. ഒരു കുഴപ്പമില്ല, തരികയും ചെയ്യാം. ഇത് ഈ ജോലിയും കഴിഞ്ഞേച്ച് വന്നേച്ച് പിന്നെ എങ്ങനെയാ ഇതൊക്കെ ചെയ്യണം? ഇതൊക്കെ ഇച്ചിരി സമയമൊക്കെ ഉണ്ട്, വൈകുന്നേരം ചെയ്യും അല്ലേ? അപ്പൊ ഈ പച്ചക്കറിയൊക്കെ ഇനി ഉണ്ടായത് മുഴുവൻ ഇവിടെ കൂട്ടി തീർക്കുമോ അതോ പുറത്തേക്കൊക്കെ കൊടുക്കും? അടുത്തുള്ള വീടുകളിലൊക്കെ ഇച്ചിരിച്ചേ കൊടുക്കുമല്ലേ? എങ്ങനെ കൂട്ടാൻ വിൽക്കാറൊന്നുമില്ല. അതെല്ലേ, അതെ, പങ്ക് വയ്ക്കണമെന്ന് ഐഷ പറഞ്ഞേക്കണത് കേട്ടോ. അപ്പൊ ഇതിന് കപ്പലണ്ടി ഒക്കെ ഉണ്ടല്ലോ. അത് കപ്പലണ്ടി പിള്ളേരെ ഉടനെകത്ത് കൊടുന്ന് ഇട്ട് തന്നാണ്, അനൊക്കെ ആയിട്ട് കൊടുന്ന. വിത്ത് ഭാഗ്യം കിളിപ്പിക്കും അല്ലേ? അതല്ലേ, അതൊരു വിത്തുണ്ട്, അതിനകത്തൊരു വിത്തുണ്ട്. ഇത് നോക്കട്ടെ, നല്ല വിത്താണെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ അല്ലേ? ഓ, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ ക്ലാരമ്മേ, ഇത് കശുമാവിന്റെ അല്ലേ? വിത്ത് പാകിയേക്കുന്ന അല്ലേ? ഇത് കിളുത്തിങ് വരുക അല്ലേ? ഇത് ഇപ്പൊ ഇതല്ലേ കപ്പലണ്ടി? കപ്പലണ്ടി പിള്ളേരോടെ കൊണ്ട് ഇട്ടതാ. അതെ അല്ലേ? ഇതിങ്ങനെയുള്ള ഈ കപ്പലണ്ടി പാകി ഇത് എങ്ങനെ ആയിരിക്കുക അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വചനം, അതാ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:24. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അതേപോലെ ഇരിക്കും, അത് ഫലം പുറപ്പെടുവിക്കില്ല. അപ്പൊ അത് അഴുകുന്നെങ്കിൽ എങ്ങനെയാ? അത് 100 മേനി 60 മേനിയും ഫലം പുറപ്പെടുവിക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ കശുമാവിൻ്റെ ഈ കശുവണ്ടി ഇരിക്കുന്ന ആ പൊസിഷനിൽ അത് അങ്ങനെ അങ്ങ് ഇരുന്നാൽ അത് അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ നോക്കിയേ, ഇത് ഈ മണ്ണിനകത്ത് വീണ് നനവ് കിട്ടി അത് മുളച്ച് ഇതിപ്പോൾ ഇത് വിടുന്ന് വരിക അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇതൾ ഇങ്ങോട്ട് വരിക. ഇത് ഇനി ഒരു സസ്യമായി ഒരു മരമായിട്ട് ഇങ്ങ് വരിക അല്ലേ? എന്നിട്ട് അതേൽ ഫലം പുറപ്പെടുവിക്കുക. അപ്പം ഈ കശുവണ്ടി ഇങ്ങനെ അതേപടി ഇരുന്നാൽ ചെടിയാകൂല. മനോഹരമായിട്ടിരുന്ന ചെടിയാകെല്ലാം പോയി അതിന്റെ രൂപമാറ്റം വന്നു. അപ്പോൾ ഒരു രൂപാന്തരീകരണം ഇതിനകത്ത് വന്നേക്കുന്നത് അല്ലേ? ഈ കശുവണ്ടിയുടെ യാതൊരു ഫലവും അതിന്റെ ടേസ്റ്റോ അല്ലെ ഒന്നും അല്ല ഇപ്പൊ ഇതിനുള്ളത് അല്ലേ? ഇതുണ്ടോ, ഇതിന്റെ ഇലയ്ക്ക് ഇലകളായി. ഇനി ഇതിന്റെ അടിയിലേക്ക് വന്നാൽ പരിപ്പുണ്ട്. നോക്കട്ടെ, ഇതിന്റെ അതേ നിൽക്കുന്ന ഒരു ചെടി അവിടെ നിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട്. ഇത് കണ്ട, ശരിക്കും പറഞ്ഞാല് മുളച്ച് അതിന്റെ ആ പരിപ്പ് ഇങ്ങനെയായി. നല്ല കാഷ്യൂനട്ടാന്ന് പറഞ്ഞ് വാങ്ങിച്ച് ടേസ്റ്റിന് തിന്നുന്ന സാധനം ഇപ്പൊ ഇത് കൊടുത്ത പിള്ളേർ ആരെങ്കിലും തിന്നോ? അപ്പൊ ശരിക്കും ആ കാഷ്യൂനട്ടിന്റെ രൂപഭാവം എല്ലാം മാറി, അതിന്റെ കണ്ടന്റും മാറി, വേറൊന്നായി. ഇപ്പൊ ഇത് ചെടിയാകുന്ന ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലായി നിൽക്കുന്നത്. ഒരു രൂപാന്തരീകരണത്തിന്റെ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇനി ഇത് വളർന്ന് ഇതേല് വലിയ മരമായി
ഇതുപോലെ തന്നെ കശുമാമ്പഴം ഉണ്ടാവും. കശുമാമ്പഴം ഉണ്ടാകും. എന്നിട്ട് അതിൽ നിന്ന് വിത്ത് കിട്ടി വീണ്ടും അതാകും. അപ്പോൾ ഈ ഒരു ഗോതമ്പ് മണിക്ക് വരെ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് മണി എന്ന് പറയുമ്പോൾ അന്ന് ഗോതമ്പായിരുന്നു വയലുകളിൽ അല്ലേ. അതെ, നെൽമണി നമുക്കിപ്പോൾ വയലിലൊക്കെ നെല്ല് വിതയ്ക്കുന്നില്ലേ, അതും ഇതുപോലെ തന്നെ. ഒരു നെൽമണി നമ്മൾ വിതച്ചു, അതൊരു നെൽച്ചെടിയായിട്ട് വന്നു. അത് കഴിഞ്ഞ് അതേലും ഇഷ്ടംപോലെ കതിരുകളുണ്ടായി, നെൽക്കതിരുണ്ടായി. അതിൽ അനേകായിരം കതിരുകളാണ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഫലം പുറപ്പെട്ട് വർദ്ധിച്ചു വരുവാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈശോയും നമ്മളെപ്പറ്റി ഇതാ പറഞ്ഞിരിക്കുന്നത്. നിക്കോദേമസിനോട് ഈശോ പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മൾ അകലെ എങ്ങോ ഇരിക്കുന്ന ഒരു സംഘം അങ്ങനെയല്ല നമ്മൾ. അതായത് നമുക്ക് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ജനിച്ച അവസ്ഥയിലുള്ള നമ്മുടെ ആ ജഡികതയുണ്ടല്ലോ, ആ ജഡാവസ്ഥയിൽ ആ ജനിച്ച ആ ഒരു നമ്മുടെ ജനന സമയത്തുണ്ടായിട്ടുള്ളതും പിന്നെ നമ്മൾ ആർജിച്ചെടുത്തതുമായ നമ്മുടെ ജീനുക്കളുടെയും പാരമ്പര്യത്തിലൂടെയും എല്ലാം വന്ന് കിട്ടിയതായ ചില സ്വഭാവങ്ങളും ശീലങ്ങളും എല്ലാം നമ്മളിലുണ്ട്. അപ്പം അതെല്ലാം മാറിയിട്ട് പുതിയതാക്കാൻ നിക്കോദോസ് ചോദിച്ചാൽ വീണ്ടും അമ്മയുടെ ഗർഭശയത്തിൽ ചെന്നിട്ട് പറ്റുകയില്ല. പിന്നെ ഒരു ജനനം പറ്റില്ല. അപ്പം നീ ആത്മാവിൽ വീണ്ടും ജനിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അത് ശാരീരികതയിൽ നിന്നുള്ള ജനനം അല്ലാതെ അത് ആത്മാവിൽ നിന്നുള്ള ജനനമാണ്. അപ്പോൾ ഈ ആത്മാവിൽ നിന്നുള്ള ജനനം പോലെ ഈ പ്രക്രിയ നമ്മളിൽ ഈ ആത്മാവിൻ്റെ വീണ്ടും ജനനം നടക്കണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറാകണം. അവിടെയാണ് പ്രശ്നമുള്ളത്. കാരണം ഇതിപ്പോൾ ഈ കശുമാവിൻ്റെ മാത്രമേ ആവുള്ളൂ. ഇത് എടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ ജനിക്കുന്നതിന് വേണ്ടി ഈശോ നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവസരം ഇഷ്ടം പോലെ തരുന്നുണ്ട്. അപ്പം ഈ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈശോയുടെ ഇഷ്ടം നമുക്ക് നിറവേറ്റി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശോയുടെ സ്വഭാവം, ഈശോയുടെ ആ ഇഷ്ടം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറ്റിയല്ല. ഇപ്പം ഇതിപ്പോൾ കുഞ്ഞായിത്തീരും. അപ്പോൾ നമ്മൾ ഈശോ ഈശോ പറഞ്ഞില്ല, ഈശോ നമ്മളിൽ വസിക്കും, നമ്മൾ ഈശോയിൽ വസിക്കുക, ഒന്നാകുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ആ ആത്മാവിൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രക്രിയയല്ല. അത് ആ സ്വാഭാവികമായിട്ട് ദൈവം വെച്ചിരിക്കുക അത് നമുക്ക് വേണ്ടിയിട്ട്. ഇനി അത് നമ്മളതങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. അങ്ങനെ സ്വീകരിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ ആഗ്രഹിക്കണം, എനിക്ക് ഈശോയിൽ ഒന്നാകണം, ആത്മാവിൽ എനിക്ക്, അതായത് ആത്മാവ് വീണ്ടും ജനിക്കാം, ആത്മാവ്, ശരീരം, മനസ്സ്, നമുക്കങ്ങനെ 3 ഘടനകളുണ്ട് അതിനകത്ത്. അപ്പോൾ ആത്മാവ് വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവവും ശീലവും എല്ലാം മാറ്റി ടോട്ടലി നമ്മൾ ചേഞ്ച്. ഈ മാമ്പഴം പോലെ എല്ലാം മാറും. ഇപ്പൊ ഈ ഇത് തന്നെ കണ്ടോ, ഇതിന്റെ എന്തെങ്കിലും സാമ്യം ഇതിനകത്തുണ്ടോ? ഒരു സാമ്യവും ഇല്ല. ഇത് ടേസ്റ്റിയാ അല്ലേ, ഇതൊക്കെ തിന്നാൻ നമുക്ക് നല്ല ഇത് പൊട്ടിച്ചെടുത്താൽ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് നല്ല ടേസ്റ്റിയാ. അപ്പൊ ഇതൊക്കെ ഏറ്റവും ഗുണമുള്ള സാധനം. അപ്പൊ പക്ഷേ ഇത് നോക്കിയേ, വളരെ വ്യത്യസ്തമാണ്. അപ്പൊ സ്വഭാവവും ശീലവും ടേസ്റ്റും സകലതും വ്യത്യസ്തമാണ്. നിറം വരെ മാറിപ്പോയി. ഇങ്ങനെ നമ്മളൊരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതകാലത്ത് തന്നെ വേണം. അത് സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് കിട്ടാനുള്ളതല്ല. ഇവിടുന്നേ നമ്മൾ സ്വർഗീയ രാജ്യത്തിൻ്റെ ആ സന്തോഷം മുഴുവൻ അനുഭവിച്ച് ആസ്വദിച്ച് ദൈവത്തോടു കൂടെ ഒരടിപൊളി ജീവിതം അങ്ങനെ ജീവിച്ചാലേ നമ്മൾ ആ ഈശോയുടെ സ്നേഹത്തെ രുചിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ സങ്കീർത്തനം പറയുന്നുണ്ട്, ദൈവസ്നേഹം രുചിച്ചറിയുവേൻ. ആ രുചിച്ചറിയണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് രുചിച്ചാറിയാം ഇപ്പം ഇതിൻ്റെ വ്യത്യസ്തത എന്നാന്നുള്ളത്. ഇത് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ, ഈശോ തരുന്ന സാഹചര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിനിയോഗിക്കണം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ഈശോയുടെ വചനം വായിക്കാനും വചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും അതനുസരിച്ച് പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള കൃപ ദാഹിക്കണം നമ്മൾ. അങ്ങനെ ദാഹിച്ച് നമ്മളിരിക്കുമ്പോൾ ഈ ഈശോ തരുന്ന അവസരങ്ങൾ നമുക്ക് പിടികിട്ടും. ഇതിപ്പോൾ അതെ, ഈശോ ഈ മണ്ണ് നമ്മളല്ല സൃഷ്ടിച്ചത്, ഇല്ലല്ല, ജ്ഞാനം തന്നു. ഒരു ചെടി എങ്ങനെയാണ് മുളപ്പിക്കേണ്ടതെന്നുള്ള അറിവ് നമുക്ക് തന്നിട്ടുണ്ട്, കൃഷി സംബന്ധമായിട്ടുള്ളത്. പക്ഷേ ഈ ഇതിപ്പോൾ ഉണ്ടല്ലോ, ഈ കശുമാവിൻ്റെ ഈ കശുവണ്ടി ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് മണ്ണിൽ വീണില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും. മണ്ണിൽ വീഴണോ? ഇത് നനവ് വേണം, വെള്ളം വേണം, മണ്ണ് വേണം, പിന്നെ അത് വളരാൻ വളം വേണം. ഇതൊക്കെ കിട്ടിയാലേ ഇതൊരു ചെടിയായിട്ട് ധാരാളം ഫലം പുറപ്പെടുവിക്കുള്ളൂ.
ഇതിപ്പോൾ ഒരു പാറപ്പുറത്ത് കൊണ്ടുവച്ചാൽ ഇത് അങ്ങനെ തന്നെ ഉണങ്ങിപ്പോകും. പിന്നെ മണ്ണ് ഉണ്ട്, മണ്ണിലിട്ട് ഉണങ്ങിപ്പോകുള്ളൂ. ചുമ്മാ പൊടിമണലിലാണെങ്കിൽ വെള്ളം വേണം, നനവ് വേണം, ഇതിന് വെള്ളം വേണം. ചെടി വളരണമെങ്കിൽ സസ്യങ്ങൾ വളരണം. അതല്ല ഇപ്പോൾ ക്ലാരപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് പാടിപ്പോകാതിരിക്കാൻ. അപ്പോൾ ഈ വെള്ളം വേണം, ഇതിന് നനവ് വേണം, മണ്ണ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ അവസ്ഥയിൽ നിന്ന്, അതായത് ഈ അവസ്ഥയിലേക്ക് ഇത് കടന്നു വരുക, ഒരു ചേഞ്ച് ഉണ്ടാവുക. അപ്പം ഈ ചേഞ്ചിന് വേണ്ടി മണ്ണ്, വെള്ളം, ജ്ഞാനം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ദൈവം ഈ ഭൂമിയിൽ. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇപ്പം നമ്മുടെ സ്വഭാവം, ഇത് നമ്മുടെ സ്വഭാവം ഇങ്ങനെ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്. ഇങ്ങനെ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളെക്കാട്ടിലും ഒരാൾക്ക് എനിക്ക് കിട്ടേണ്ട സമ്മാനത്തിന് പകരം വേറൊരാൾ, ഇപ്പം നമ്മൾ മാതൃവേദിയിലൊക്കെ മത്സരം വയ്ക്കില്ലേ, അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞായിരിക്കണേ. അന്നേരം ഉണ്ട് എൻ്റെ അത്രയും പെർഫോമൻസ് ചെയ്യാൻ ആരെങ്കിലും സമ്മാനവും കൊണ്ട് പോയാൽ എനിക്ക് എന്നാ തോന്നും, വൈരാഗ്യം തോന്നും. പിന്നെ എനിക്ക് ആ സമ്മാനം മേടിച്ച് ആ സഹോദരിയെ കാണുമ്പോൾ അത്ര അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റിയല്ല. ഇപ്പം സ്റ്റേജിൽ കയറി സമ്മാനം മേടിക്കുന്നു, ബാക്കി എല്ലാവരും കൈ കൊട്ടുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് കൊട്ടാനൊന്നും തോന്നിയല്ല. കാരണം എന്താ, നമുക്ക് മനസ്സിലവരോട് എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അത് അടിച്ചു മാറ്റി എന്നൊരു ചിന്ത. അത് എവിടെയാണ് ഉണ്ടായത്? എൻ്റെ മനസ്സിലാണ് ഉണ്ടായത്. എൻ്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടായത് കൊണ്ടാണ് അവരെ അഭിനന്ദിക്കാനോ, അവരെ ബാക്കി എല്ലാവരും അഭിനന്ദിച്ചപ്പോൾ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാനും സ്നേഹിക്കാനും എനിക്ക് പറ്റിയില്ല, എനിക്ക് പറ്റുന്നില്ല. അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പം. അത് നമ്മുടെ കുഴപ്പമാണ്, പേഴ്സണലി ഉള്ള പ്രശ്നം അത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതെൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഗതിയാണ്. അത് മാറണം എനിക്ക്. അത് മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. കാരണം എന്നിൽ ഈ ഒരു കുശുമ്പ് അസൂയുണ്ട്, അതെൻ്റെ ജന്മത്തിലുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അത് ജഡികതയിൽ നിന്നുള്ളതാണ്. അപ്പം ഞാനത് മാറ്റണേ എങ്ങനെയാണ്? എന്നെക്കൊണ്ട് ഇതിന് കഴിവില്ല. എനിക്കിതുണ്ടെന്നും അറിയത്തില്ല ഒരു പക്ഷേ. ഒരു അസൂയാണ് ഇത് എൻ്റെ പിന്നിലെന്നല്ല എൻ്റെ വിചാരം. അവർ വേണ്ടാതീനം കാണിച്ചു, മാർക്ക് അവർക്ക് കൂടുതൽ പോയി, അതുകൊണ്ട് അവർക്ക് കിട്ടി, അവർക്ക് കിട്ടേണ്ടതല്ലായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിലെ ചിന്ത. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ശരിയാണ്, എൻ്റെ ശരിയാണ് ഞാൻ ചിന്തിച്ച് പറയണത്. അപ്പം ഞാൻ തിരിച്ചറിയണം എന്നിലുള്ള ഈ ഒരു അസൂയയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തിൻ്റെ വൈകല്യം, അത് മാറ്റാൻ വേണ്ടി ഈശോ അവിടെ ഒരു പ്രവർത്തനം നടത്തിയതാണ്. അതായത് ചിലപ്പോൾ ഞാനായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്തത്, പക്ഷേ എന്നെ ഒരു രൂപാന്തരീകരണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈശോ അവരെ ഉയർന്നമാക്കുക, അവർക്ക് കൊടുത്തു സമ്മാനം. അപ്പം എനിക്കിതുണ്ടാവുക, ഈ കുശുമ്പും കുന്നായ്മ എന്നിലുണ്ടാവുക. അന്നേരം ഞാൻ തിരിച്ചറിയണം, ഇത് എൻ്റെ ഇഷ്ടമല്ല ഇവിടെ നടക്കേണ്ടത്. ഇതെനിക്ക് ഈ ഒരു സാഹചര്യത്തിലൂടെ എന്നെ കർത്താവ് കടത്തി വിടുന്നത്, എന്നിൽ ഇങ്ങനത്തെ ഈ നിരാശയും സ്വഭാവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഇത് മാറാൻ വേണ്ടി ഞാൻ ഈശോയോട് ആവശ്യപ്പെടണം. കാരണം എനിക്കും സ്വയം മാറ്റാൻ കഴിവില്ല. അപ്പം ഞാൻ ഈശോയോട് പറയണം, എൻ്റെ ഈശോയെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുവാണ് കർത്താവെ, ഇത് തിന്മയാണല്ലോ, ഇത് ജഡത്തിൻ്റെ സ്വഭാവമാണല്ലോ, ഈ കുശുമ്പും കുന്നായ്മയും അസൂയയും വിരോധവും വെറുപ്പും ഒക്കെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവരെ കാണുമ്പോൾ മോഹം തിരിച്ചു പോവുക. അതുകൊണ്ട് ഈശോയെ എനിക്ക് ഇവരാ സമ്മാനം മേടിച്ചു, അത് എൻ്റെ കുറവോ അല്ല എൻ്റെ ഒന്നും ഞാൻ ചിന്തിക്കാതെ അവരെ സ്നേഹിക്കാൻ, അവരെ അഭിനന്ദിക്കാൻ, അവരോട് നല്ല രീതിയിൽ ഒരു സഹോദര ബന്ധത്തിൽ ഇടപെടാൻ കൃപ തരണേന്ന് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ തിരിച്ചറിയണം എൻ്റെ ഉള്ളിലുള്ള ചില വൈകല്യങ്ങളും ജഡികതയും മാറ്റിക്കളയാൻ വേണ്ടി ഈശോ ഒരുക്കുന്ന ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ അവസരമാണ് എനിക്കത് ഒരുക്കി തന്നത്. അത് ഞാൻ പല പ്രാവശ്യം പ്രയോജനപ്പെടുത്താതെ കളഞ്ഞു പോകുമ്പോൾ വീണ്ടും ഞാൻ ഹാർഡാകുക ചെയ്യുന്നത്. എൻ്റെ ഹൃദയവും എൻ്റെ സ്വഭാവവും കുറേ കൂടെ കട്ടിയാവും. ഒരു മൃദുലതയും ദൈവിക സ്വഭാവവും ദൈവിക സ്നേഹവും ഒക്കെ എൻ്റെ ഇതങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഈശോ ഈ മണ്ണ് അനുവദിക്കുക, ഇതിന് മണ്ണിൽ വീഴാൻ അനുവദിച്ചു. ആ മണ്ണിൻ്റെ പ്രോസസ്സും വെള്ളവും എല്ലാം കൂടെ ചേർന്നാണ് ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെ ഈ അവസ്ഥയിലേക്ക് ആക്കുന്നത്. ഈ അവസ്ഥയിൽ വന്നില്ലെങ്കിൽ ഒരിക്കലും ഇത് പൊട്ടണമല്ലോ, അല്ലേ? പൊട്ടണം, അത്രയും ബലമുള്ള നട്ട് പൊട്ടണം. അപ്പൊ ആ പൊട്ടണമെങ്കിൽ പൊട്ടിക്കാനുള്ള പ്രഷർ വരണം. മണ്ണിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അതാണ്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ, ഇതിനെ ഈ മണ്ണിലിട്ട് വെള്ളം ഒഴിച്ച് ഈ വിത്തിനെ കിളിപ്പിച്ചില്ലെങ്കിൽ ഈ വിത്ത് കിളുത്ത് വരില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ലോകത്തിൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ സൂപ്പറായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം അത് വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായത്. അതുപോലെ പിന്നെയുണ്ട് ഒരു തെങ്ങിൻ്റെ ഇവിടെ അതേ ഇരിക്കണം. ഇത് കണ്ടോ, ഇതിൽ
നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വിത്ത തേങ്ങ അല്ലേ, ഒരു തെങ്ങയിലുണ്ടായ ഒരു തേങ്ങ. പിന്നെ നല്ല തൈ ഉണ്ടാകണമെങ്കിൽ നല്ല വിത്ത് തേങ്ങ എടുക്കണം അല്ലേ. നമുക്കറിയാം നമ്മുടെ കാരണവന്മാരൊക്കെ നല്ല തേങ്ങ നോക്കി എടുത്താ കിളിപ്പി പാകാനായിട്ട് വെക്കുന്നതൊക്കെ. അപ്പൊ നല്ല ഗുണമേന്മയുള്ള വിത്തായിരിക്കണം. ഗുണമേന്മയുള്ള വിത്ത് കിട്ടണമെങ്കിൽ നല്ല വൃക്ഷമായിരിക്കണം. ഇതെല്ലാം ഇതിന്റെ ഇത് വരുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല തേങ്ങയായിട്ടിരിക്കുമ്പോൾ ഇതിന്റെ പുറത്ത് ചകിരിയുണ്ട്, പുറത്ത് ഇതിന് മൂടിയായിട്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന പരിപ്പ് അത് തേങ്ങയെന്നാണ് നമ്മൾ പറയണത്. നമ്മൾ തേങ്ങ അരയ്ക്കും ഉപയോഗിക്കും കാര്യങ്ങൾ. പക്ഷേ ഇത് മണ്ണിൽ വീണ് ഇതിന് മുള വരുമ്പോൾ ഈ തേങ്ങയുടെ ഭാവവും രൂപവും എല്ലാം മാറി ഇതിൻ്റെ ഉള്ളിൽ അതിന് വ്യത്യാസങ്ങൾ വരും. പിന്നെ വേര് കണ്ടോ, വേരും വന്നു. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട രണ്ട് രീതിയിൽ നമ്മളിതിനെ കാണാം. അതായത് ഇപ്പോൾ സ്വാഭാവികമായ രീതിയിൽ തേങ്ങയായിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറന്തോട് പൊട്ടണം, ഇതിനകത്ത് ചകിരിയുണ്ട്, അതിനകത്ത് എന്തുണ്ട്, ചിരട്ടയുണ്ട്, നല്ല ഹാർഡായിട്ടുള്ള സംഗതിയുണ്ട്, ചിരട്ടയുണ്ട്. അതിൻ്റെയും ഉള്ളിലാണ് ഈ തേങ്ങ പരിപ്പിരിക്കുന്നത്. ആ പരിപ്പിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും സംഗതികളെ പൊട്ടിച്ചുകൊണ്ട് വേണം ഈ മുള പുറത്തേക്ക് വരാൻ. അപ്പം നിസാര കളിയല്ല ഇതിനകത്ത് നടക്കണത്. കാണുമ്പോൾ രസമാണ്. അപ്പം ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് നമുക്ക് രൂപാന്തരീകരണം വരണം, നമ്മൾ പുതിയ സൃഷ്ടിയാകണം. ആ പുതിയ സൃഷ്ടിയാകാൻ വേണ്ടി ഇന്റേണലി നമ്മുടെ സ്വയത്തിൽ മാറ്റം വരണം. ഇപ്പൊ ഇതിന്റെ സ്വയമാണ്. അതായത് പുറത്ത് ചകിരി, അതിന്റെ പുറത്ത് ചകിരിയുണ്ട്, ചിരട്ടയുണ്ട്, ഇതെല്ലാം അതിന്റെ പുറമാണ്. ഇതിന്റെ ഉള്ളിലാ കാമ്പിരിക്കുന്നത്. അപ്പൊ ഈ പുറത്തുള്ള ഇതിന്റെ തന്നെ ഉള്ളിലുള്ള സംഗതികളെ രൂപാന്തരപ്പെടുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിലുള്ള സ്വഭാവ വിശേഷങ്ങൾ, ജഡികത മാറ്റപ്പെടണം. അപ്പോൾ ഈ സെൽഫായിട്ട് എനിക്കൊരു വ്യത്യാസം വരണം. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് എനിക്ക് ബാഹ്യമായ തലത്തിൽ നിന്ന് ഒരു പ്രഷർ വേണം, പുറത്തു നിന്നുള്ളത്. ബാഹ്യമായ തലത്തിലൊരു മാറ്റം എനിക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടി രണ്ട് സൈഡിലേക്ക്, രണ്ട് രീതിയിൽ എന്നിൽ സംഭവങ്ങൾ നടക്കണം, പ്രോസസ്സ് നടക്കണം. ഒന്ന് സെൽഫായിട്ട്, അതായത് ചകിരി, ചിരട്ട ഇതെല്ലാം പൊട്ടുന്നു, ഇതിനകത്തുനിന്ന് നാമ്പ് പുറത്തേക്ക് വരുന്നു. ഇത് സെൽഫാ, എൻ്റേതായ. നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ആത്മാവ് ഇരിക്കുന്ന ഏറ്റവും ഇന്നറിലിരിക്കുവാണ്. അപ്പൊ എൻ്റെ ശരീരത്തിൽ തുളഞ്ഞ് മനസ്സിൽ തുളഞ്ഞ് ശരീരത്തിലൂടെ അത് ആത്മാവിലെത്തുക. ആ ആത്മാവ് പുറത്തേക്ക് വരണം. ആ ആത്മാവ് പുറത്ത് വരുമ്പോഴേ ആത്മാവിൻ്റെ ഫലം പുറത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് നടന്നാലേ നമ്മളൊരു പുതിയ സൃഷ്ടിയാകാൻ പറ്റുള്ളൂ. ആദ്യം ഇതിൻ്റെ സൈഡ് തന്നെ. ഇതേപോലെ നമുക്ക് മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം ഉണ്ട്. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആന്തരികതയിലുണ്ട്, ആത്മാവുണ്ട് നമ്മളിൽ. അപ്പം ഇത് മനസ്സും തുളച്ചല്ല ശരീരത്തിന് പുറത്തേക്ക് വരണം, എന്നാലേ ഫലം പുറത്തേക്ക് വരുള്ളൂ നമ്മുടെ ഉള്ളിലുള്ളതിനെ. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തേക്ക് വരുക. ഇതിൻ്റെ നാമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇങ്ങ് പുറത്ത് വരുന്ന പോലെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ സൽഫലങ്ങൾ മനസ്സ് തുളച്ച് ശരീരത്തിന് പുറത്തേക്ക് വരുക. അതിനാണ് ഞാൻ സെൽഫായിട്ട് എന്നിലുള്ള ജഡികതയെ മാറ്റിക്കളയുന്നതിന് വേണ്ടി ഈശോ ഒരുക്കി തരുന്ന സാഹചര്യങ്ങളെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളെ മറികടന്ന് ദൈവികമായ സ്നേഹവും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനും ഞാൻ വിധേയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സെൽഫ്, നമ്മൾ പറയില്ല നമ്മുടെ അഹം, ഈഗോ എന്നൊക്കെ പറയല്ലേ, ആ ഭാവം, ആ ഇന്നർ പേഴ്സണാലിറ്റി നമുക്ക് മാറണം. അത് മാറിയിട്ട് അപ്പം എന്നിൽ തന്നെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ കിളുക്കാൻ കാരണം എന്നാ, മണ്ണിലിട്ടു, വെള്ളം നനച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു അല്ലേ. എല്ലാം കൊടുത്തപ്പോഴാണ് ഇത് കാണിച്ചത്. ഇത് പുറമേ നിന്നുള്ള പ്രഷർ, അതായത് പുറമേ നിന്നുള്ള സാഹചര്യങ്ങൾ, അതും ഈശോ ഒരുക്കുന്നതാണ്. ഇങ്ങനെ നമ്മുടെ പുറമേ നിന്നുള്ള സാഹചര്യങ്ങളില്ലാതെ ഒരിക്കലും നമ്മുടെ ഇന്നറിൽ നിന്ന് അല്ലെ ആന്തരികതയിൽ നിന്ന് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് പറ്റാതെ വരും. ആത്മീയ ഫലങ്ങൾ വരണം. അതാ ഈശോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്നാണ്, സൽഫലങ്ങൾ. അപ്പം അത് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് മണ്ണ്, വെള്ളം, സാഹചര്യങ്ങൾ ഈ തേങ്ങയ്ക്ക് കിട്ടിയതുപോലെ ഈശോ നമുക്ക് കുടുംബ ജീവിതത്തിൽ നല്ല ഒന്നാന്തര ഒരു ഭർത്താവിനെ തരും. ചിലപ്പം തലതെറിച്ച മക്കളെ തരും. അവർ തലതെറിച്ചായിപ്പോയത് കർത്താവിൻ്റെ കുഴപ്പമല്ല, പക്ഷേ അനുവദിക്കും ദൈവം ചിലപ്പം. പിന്നെ അമ്മായിയമ്മയെ അല്ല മരുമോളായിരിക്കും,
അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, അല്ല നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരിലൂടെ ആയിരിക്കും. ഇവരിലൂടെയൊക്കെ ഈശോ എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിൻ്റെ ബലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഇവരെ എല്ലാം ഈശോ ഒരു ഉപകരണമാക്കും. ചിലപ്പോൾ എൻ്റെ സഹപ്രവർത്തനമായിരിക്കും, എനിക്കിട്ട് നല്ല പാര വയ്ക്കും. അപ്പോൾ പാര വയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നൊക്കെ പാര വെച്ചു എന്നാൽ അവനിട്ട് 4 പാര ഞാൻ അങ്ങോട്ട് വയ്ക്കും. അപ്പം എൻ്റെ ആന്തരികമായ ആത്മീയ ബലം അല്ല അവിടെ പുറത്ത് വരുന്നത്, അവിടെ ജഡികതയാണ് പുറത്ത് വരുന്നത്. അപ്പോൾ എന്നെ ഒരു കുറ്റം പറഞ്ഞാൽ അവൻ്റെ 4 കുറ്റം ഞാൻ വേറെ പറഞ്ഞാലോ ഞാൻ അതേ കുറ്റം ചെയ്യുക. അപ്പോൾ അത് ആത്മാവിൻ്റെ പ്രവർത്തനം അല്ലാതെ. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം പുറത്തേക്ക് വരണമെങ്കിൽ ശരിക്കും ഞാൻ ഈശോ എനിക്ക് തരുന്ന അവസരങ്ങളെ ഉപകരണങ്ങളാണ് എൻ്റെ ചുറ്റിനുമുള്ള വ്യക്തിത്വങ്ങൾ. അത് അമ്മായിയമ്മയോ മരുമോളോ കൂടെ ജോലി ചെയ്യുന്നവരാരുമാകട്ടെ, അവർ നമ്മളെ വേദനിപ്പിക്കാൻ രീതിയിൽ നമ്മളൊന്നും ചെയ്തായിരിക്കില്ല. ചിലപ്പോൾ ഒത്തിരി ചീത്തപ്പേര് കേൾക്കേണ്ടി വരും, ചിലപ്പോൾ ഒത്തിരി നമ്മൾ കണ്ണുനീര് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഒത്തിരി വേദനിക്കേണ്ടി വരും. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വ്യക്തികളെ കുറ്റപ്പെടുത്തും, ആ വ്യക്തികളെ നമ്മൾ വെറുക്കും. അവർ കാരണമല്ലേ ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വന്നല്ല, അവർ കാരണമല്ലേ എനിക്ക് ഈ പരാജയം പറ്റിയെന്ന്. പക്ഷേ ഒരിക്കലും നമ്മൾ ആ വ്യക്തികളെ കുറ്റപ്പെടുത്തരുത്. കാരണം ആ വ്യക്തികളിലൂടെ ഈശോ പ്രവർത്തിക്കുക. അതാ ജോബ് പറഞ്ഞില്ലേ, കർത്താവ് തന്നു കർത്താവ് എടുത്തു. അവിടെ ജോബ് നാവ് കൊണ്ട് ഒരു മനുഷ്യരെ പോലും കുറ്റം വിധിച്ചില്ല. ഭാര്യ പോലും പറഞ്ഞു നിങ്ങൾ പോയി തൂങ്ങിച്ചാകും, ഇതെല്ലാം കളഞ്ഞേച്ചെന്ന് പറഞ്ഞു. ഈശോയെ ദൈവത്തെ പോലും കളഞ്ഞേച്ച് പോകാൻ പറഞ്ഞു. അതെ, അവിടെ പോലും ജോബ് നാവ് കൊണ്ട് പോലും ഒരു പാപം ചെയ്തില്ല. അപ്പോഴാ ജോബ് പ്രാർത്ഥിച്ചപ്പോൾ അവസാനം ഇരട്ടിയായിട്ടെല്ലാം കൊടുത്തു. ആത്മാവിൻ്റെ ഫലം പുറത്തു വരണം. അപ്പം നമുക്ക് തരുന്ന ഈ വ്യക്തിത്വങ്ങളെ നമ്മൾ നോക്കിയിട്ട് അവരങ്ങനെയാ, അമ്മായിയമ്മ ഇങ്ങനെയാ, കെട്ടിയോൻ ഇങ്ങനെയാ, മക്കൾ ഇങ്ങനെയാ, അനിയത്തിയും ചേച്ചി ഇങ്ങനെ, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഇത് എനിക്ക് കർത്താവ് ഒരുക്കുന്നത് എന്തിനു വേണ്ടി? എൻ്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പം ഞാൻ ആത്മാവിൽ വീണ്ടും ജനിച്ച് ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ട് ഈശോയുടെ ഫലങ്ങൾ ലോകം മുഴുവനും പുറപ്പെടുവിക്കണം. അത് അനേകർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാക്ഷ്യമായി മാറണം. അതിനുവേണ്ടി കർത്താവ് എനിക്ക് ഒരുക്കിയതാണ്. ആ ഒരുക്കുന്നതിനെ ഞാൻ സ്വീകരിച്ചാലല്ലേ എനിക്ക് മാറ്റം വരുള്ളൂ. ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ വെറുപ്പിലാവും. സഹോദരനെ ദേഷിക്കുന്നവൻ കൊലപാതകയാന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമുക്ക് തരുന്ന ഈശോയുടെ അനന്തമായ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. എല്ലാം സ്നേഹമാണ്. കാരണം ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, എനിക്കൊരു ശത്രു അവിടെ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ കിട്ടിയത്. നല്ല ദേഷ്യക്കാരൻ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ക്ഷമ കിട്ടും. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നല്ല ട്രാഫിക്കിൻ്റെ ഇടയിൽ വരുവാണെ ഡ്രൈവർക്ക് നല്ല ക്ഷമ കിട്ടും. എന്നാ കാരണം അവിടെ ക്ഷമിച്ച് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം നമുക്ക്. അല്ലെങ്കിൽ 2 ചീത്തയും പറഞ്ഞ് എന്തൊരു ട്രാഫിക്കാന്നും പറഞ്ഞ് അവിടെ ശപിച്ചുകൊണ്ടിരുന്നാൽ നാവ് കൊണ്ട് പാവം ചെയ്യുക. അപ്പോൾ ആ പാവം ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃപയിൽ നമ്മൾ എപ്പോഴും 24 മണിക്കൂറും ആയിരിക്കണം. അതിനാണ് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ, നീ എന്നെ വിട്ടെങ്ങും പോകരുത്, നീ എൻ്റെ കൂടെ വേണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഈശോ പറഞ്ഞു. യുഗാന്തം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ വിട്ടിട്ട് പോകണ കർത്താവല്ല, നമ്മളെ വിട്ടിട്ട് പോകണ കർത്താവല്ല, നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇതൊന്ന് തിരിച്ചറിയണം നമ്മൾ. എൻ്റെ കൂടെ എൻ്റെ ഈശോയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കൂലേ എല്ലാ കാര്യവും. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുമോ, ഒരാൾ എന്നെ അങ്ങോട്ട് ചീത്ത പറഞ്ഞു, അപ്പോൾ എനിക്ക് തിരിച്ച് 4 എണ്ണം പറഞ്ഞില്ലെങ്കിൽ വല്ലാത്ത വിഷമം തോന്നും, ഒരു പിരിമുറുക്കം തോന്നും അല്ലേ? അപ്പോഴേ ആ പിരിമുറുക്കത്തെ നമ്മൾ കീഴടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനുഷ്യശക്തി കൊണ്ട് പറ്റില്ല ആ പിരിമുറുക്കത്തെ, ആ ദേഷ്യത്തെ കീഴടക്കാൻ. നമ്മൾ ആ സമയത്ത് നിശബ്ദരായിട്ട് ഉള്ളിൽ ഈശോയോട് പറയും, ഈശോയെ, ഈ സാഹചര്യത്തിൽ അങ്ങയോടൊത്ത് ചേർന്ന് നിൽക്കാൻ എനിക്ക് കൃപ തരണേ. ഈശോയുടെ മുഖത്ത് തുപ്പി പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് പ്രത്തോറിയത്തിൽ ഈശോ ആയിരുന്നപ്പോഴും അല്ല, ഈശോ എന്തുമാത്രം നാണക്കേടും നിന്ദനവും ഏറ്റു നഗ്നനാക്കി. ഈശോ ഒരക്ഷരം മിണ്ടിയോ? ഈശോ പാവം ചെയ്തില്ല. അപ്പം ആ ഈശോയുടെ പവറാണ് നമുക്ക് കിട്ടണേ. ഈ പവറാണ്, ഈ മുള ഇത്രയും ഹാർഡായിട്ടിരിക്കുന്ന ഈ വിത്തിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നീ നാമ്പ് കിളുത്ത്, ഇത് കണ്ടോ, ഇതിൻ്റെ കുഞ്ഞ് നാമ്പ് കിളുത്ത് വരുന്നുണ്ടോ? ഇതുണ്ടോ? ഇത് അതുപോലെ നാമ്പ് ഹാർഡായിട്ടിരിക്കണതിനകത്തുനിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള നാമ്പ് പുറത്തേക്ക് വന്ന് അതാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഒരിക്കലും ഇതിന് ചേഞ്ച് വന്നില്ലെങ്കിൽ ഒരു തേങ്ങയും ഉണ്ടാകില്ല, ഫലം ഉണ്ടാകില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോരുത്തരെ വെച്ചിട്ടുണ്ട്. ഓരോ ടൈമിലും നമ്മളെ ശുദ്ധീകരിക്കാനും. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്.
ഈശോ പരമവിശുദ്ധിയാണ്. അപ്പോൾ ആ വിശുദ്ധിയിൽ നിറയാൻ വേണ്ടി ഈശോ സാഹചര്യം നമുക്ക് ഒരുക്കി തരുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ പഴിക്കരുത്. നമ്മളിലെ ജഡികത പുറത്തെടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. കർത്താവിനോട് പറയണം, കർത്താവെ ഈ സാഹചര്യങ്ങളെ നീ സ്വീകരിക്കുന്നത് പോലെ സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ, ക്ഷമയോടുകൂടി ഇതിനെ മറികടന്ന് നിനക്ക് സാക്ഷ്യമായിട്ട് നിൽക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ, അത് ഓഫീസിലായാലും വീട്ടിലായാലും കൃഷിസ്ഥലത്തായാലും എവിടെയായിരുന്നാലും കർത്താവെ അതിനുള്ള കൃപ തരണേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കണം. മക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവമൊക്കെ മാറണം. അല്ലാണ്ട് നിൻ്റെ സ്വഭാവം മാറ്റണ്ട, നിൻ്റെ ദേഷ്യം മാറ്റണ്ടെന്ന് പറഞ്ഞ് അടിച്ചടിച്ചിട്ട് കൊച്ചിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലാരമ്മയുടെ കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ ഇതിനകത്തൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കണം. ദേ മക്കളെ, ഇത് കണ്ടോ വേര്, ഈ വേര് ഈ ശരിക്കും പറഞ്ഞാൽ തേങ്ങയ്ക്കകത്ത് വേരുണ്ടോ? ഇല്ല. അപ്പോൾ ഈ എല്ലാം വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. പിള്ളേർക്ക് ചിന്തിക്കാനും ഒരു അവസരം. അതുപോലെ തന്നെ ഇപ്പം ഈ നമ്മളീ പറഞ്ഞതും ഇതുമായിട്ടുള്ളത് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം പിള്ളേർക്ക്. ഇത് രണ്ടും കൂടെ വെച്ചാൽ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉണ്ടോ ഇതിങ്ങനെ ഇരിക്കണ കണ്ടു ഭംഗിയാ, നമ്മളെ പുറമേ കാണാൻ എന്തൊരു ഇങ്ങനെയൊന്നും നമ്മളാരും പറയാറില്ല. അതറിയാം എന്ത് ഭംഗിയാ. പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അതിൻ്റെ ഭംഗിയും രൂപവും അതിൻ്റെ സ്വഭാവവും ടേസ്റ്റും എല്ലാം അത് സ്വയം ത്യജിക്കുക. സ്വയം ത്യജിച്ചിട്ട് ഈ പരുവരത്ത മണ്ണിനകത്ത് ഇതിൽ വന്ന് മറ്റൊരു രൂപം സ്വീകരിക്കുക. ആ രൂപമാണ് ആത്മാവിൻ്റെ. ഈശോ പറഞ്ഞില്ലേ, നീ ആത്മാവ് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുമോ? അപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അപ്പം നമുക്ക് രൂപാന്തരീകരണത്തിന് വേണ്ടി ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം, എന്നും പ്രാർത്ഥിക്കണം. ഈശോയെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണം, എനിക്ക് നിൻ്റെ കൂടെ ഒരു ജീവിതം മതി, നിനക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് ശക്തി തരണേന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വചനവും വായിച്ച് ധ്യാനിച്ച് ഒരു പിടി ഇങ്ങ് പിടിച്ചോളൂ ഈശോയുടെ. പിള്ളേർക്കടയിലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊച്ചിക്ക് കാണിച്ചു കൊടുക്കും കേട്ടോ. പിള്ളേരൊക്കെ വെക്കേഷനല്ലേ വരും.